ഇന്ത്യയില്ല. തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പഞ്ച് ഡയലോഗ്, പക്ഷേ ഏഷ്യയില്ല. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട, കടക്ക് പുറത്തുനിന്നായിരുന്നു തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയ മറുപടി. സംസ്ഥാനത്ത് UDF തരംഗത്തിൽ ഇടത് ചിതറി. CPM-ന് സ്വാധീനമുള്ള മലബാറിൽ കാസർഗോഡ് മുതൽ പൊന്നാനി വരെ ലക്ഷത്തിൽ കുറഞ്ഞൊരു ലീഡ് UDF-നില്ല. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഞങ്ങൾ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡാണ് ഇപ്രാവശ്യം ഉണ്ടായത് എന്നുള്ളതാണ് പൊതുചിത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയ, അപ്പുറം പറഞ്ഞതുപോലെ 19 സീറ്റ് കിട്ടി. അവർക്ക് ഇപ്പുറം 18 കിട്ടിയുള്ളൂ, ഒന്ന് കുറേ ചെയ്തത്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതാണ്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാരിന് ധൂർത്തെന്ന ആരോപണം ഉയർന്നത്. അതിന് പ്രധാന കാരണം നവകേരള സദസ്സും കേരളീയം പോലുള്ള ചടങ്ങുകളായിരുന്നു. ഇതിനിടയിൽ വെള്ളത്തിനും പാലിനും വൈദ്യുതിക്കും ചെലവ് കൂടി. സപ്ലൈകോയിലെ ക്ഷാമം വലിയ ചർച്ചയായി. പോലീസിന്റെ വീഴ്ചകൾ, ക്രമസമാധാന നില തകർന്നത് ഒക്കെ ജനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്തു. KSRTCയിലെ ശമ്പള പ്രതിസന്ധി മറ്റൊരു കാരണം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനത്തിന് വേണ്ടി യുവാക്കൾ നടത്തിയ പോരാട്ടം കേരളം മറന്നിട്ടുണ്ടാകില്ല. അതും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ഇത്രയൊക്കെ നിനക്കൊന്നും പറയാനില്ലൂടാ. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ല. ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് LDF-ന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും.